എല്ലാവർക്കും അല്ലെ സൈലത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ 1ാം ക്ലാസ്സിലെ മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് ടീച്ചർ വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം ഒക്കെ എളുപ്പമായിട്ട് എഴുതാൻ വേണ്ടി പറ്റിയോ? യെസ്, മക്കള് നല്ല മക്കളായിട്ട് എഴുതിയിട്ടുണ്ടാവുമല്ലോ അല്ലെ? യെസ്. അപ്പൊ ടീച്ചറെ നിങ്ങൾക്ക് ഇന്നൊരു കടങ്കഥ പഠിപ്പിച്ചു തന്നാലോ? കടങ്കഥ നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലെ? നമ്മൾ പലതരത്തിലുള്ള കടങ്കഥകൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. അപ്പൊ ടീച്ചർ ഇന്ന് നിങ്ങൾക്ക് അടുക്കള ഉപകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കടങ്കഥയാണ് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ കൂട്ടുകാരെല്ലാവരും റെഡിയാണോ? നമുക്ക് നോക്കാം അല്ലെ? അപ്പൊ ഇതാ നമുക്ക് ഓരോ കടങ്കഥ നോക്കാം അല്ലെ? അപ്പൊ ടീച്ചറുടെ കയ്യില് 2 കടങ്കഥകളാണുള്ളത്. നിങ്ങൾ ടീച്ചറോട് ഉത്തരം പറഞ്ഞു തരണം കേട്ടോ. അപ്പൊ അടുക്കള ഉപകരണവുമായിട്ടാണ് ഈ കടങ്കഥകൾ ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് ടീച്ചർ പറഞ്ഞല്ലോ. മക്കൾക്ക് എല്ലാവർക്കും അല്ലെ വീട്ടിലെ മുറികളെ കുറിച്ചൊക്കെ പഠിക്കാനില്ലേ? വീട്ടിലെ ഏതൊക്കെ മുറികളായിരുന്നു ഉണ്ടായിരുന്നത്? നമ്മുടെ ഉറങ്ങുന്ന റൂം ഉണ്ട് അല്ലെ, ബെഡ്റൂം ഉണ്ട്, പിന്നെ എന്തുണ്ട്, കോലായി ഉണ്ട് അല്ലെ, കോലായി വരാന്തയുണ്ട് നമുക്ക്. അതേപോലെ തന്നെ ലിവിംഗ് റൂം ഉണ്ടാവും അല്ലെ. എല്ലാരും വരുന്ന വിരുന്നുകാരൊക്കെ വരുന്ന ഒരു വിരുന്നുകാരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു റൂം ഇല്ലേ? യെസ്, വിരുന്നു മുറി ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ആ കൂട്ടത്തില് നിങ്ങൾ അടുക്കളയും പഠിക്കുന്നുണ്ട് അല്ലെ. അടുക്കളയിൽ വെച്ചിട്ടാണ് നമ്മൾ ആഹാരം പാകം ചെയ്യുക. അപ്പൊ ആഹാരം പാകം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന കുറേ അടുക്കളയിലുള്ള ഉപകരണങ്ങളില്ലേ? അതേപോലെ തന്നെ നമ്മൾ ശുചിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ഉപയോഗിക്കാറില്ലേ? അപ്പൊ ഇത് രണ്ടും ചേർത്തിട്ടുള്ള ഒരു ചോദ്യമാണ് മിസ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ നോക്കിക്കോ നിങ്ങള്. ഒരു നായക്ക് നാവിന്റെ മേൽ പല്ല് എന്നുള്ളതാണ് ആദ്യത്തെ കടങ്കഥ. എന്താണ്? ഒരു നായക്ക് നാവിന്മേൽ പല്ല്. അപ്പൊ നായക്ക് നിങ്ങൾ വിചാരിക്കും അല്ലെ, നാവിന്റെ മുകളിൽ എങ്ങനെയാ പല്ലുണ്ടാവാന്നല്ലേ? പക്ഷെ ഇങ്ങനെയല്ലേ കടങ്കഥകൾ ഉണ്ടാവുക അല്ലെ? അപ്പൊ പല്ലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്? മൂർച്ചയുള്ള എന്തോ സാധനം ഉണ്ട് അല്ലെ. പല്ല് സാധാരണ നമ്മളെല്ലാം കടിച്ചു പറിക്കാനല്ലേ ഉപയോഗിക്കുക. അപ്പൊ അതുപോലെ മൂർച്ചയുള്ള എന്തോ ഒരു സാധനം ഇതിന്റെ അകത്തുണ്ട് എന്ന് മക്കൾ എന്ത് ചെയ്യണം? ഓർക്കണം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ക്ലൂ ആയിട്ട് ടീച്ചർ ചിത്രവും വെച്ചിട്ടുണ്ട് അല്ലെ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തായിരിക്കും എന്ന് പറഞ്ഞേ. എന്താണ്? ചിരവയാണല്ലേ. ചിരവയാണ്. ചിരവ ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങള്? ചിരവയുടെ മുന്നിൽ അല്ലെ തേങ്ങയൊക്കെ ചിരണ്ടാൻ വേണ്ടിയിട്ട് അല്ലെ നമുക്ക് എന്തുണ്ട്? മൂർച്ചയുള്ള പല്ലുകളുണ്ട്. അപ്പൊ എന്താണ് ഉത്തരം? ചിരവയല്ലേ. അമ്മ ഇങ്ങനെ ചിരവ ചെയ്യുമ്പോ അല്ലെ, ചിരവ ഉപയോഗിച്ചിട്ട് തേങ്ങ ചിരണ്ടുമ്പോ മക്കളൊക്കെ പുറകെ കയറി ഇരുന്നിട്ടുണ്ടോ? ഉണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് ഈ കടങ്കഥയുടെ ഉത്തരം? ടീച്ചർ ഇത് വട്ടം വരയ്ക്കട്ടെ, ഇതിന് നേരെ വട്ടം വരയ്ക്കട്ടെ. ഇതിനുള്ള ഉത്തരമാണ് ചിരവ അല്ലെ. എല്ലാരും പഠിച്ചു എങ്ങനെയാ നമ്മൾ ചിരവ എന്ന് എഴുതുക? ഇങ്ങനെയാണ് നമ്മൾ ചിരവ എന്ന് എഴുതുക. അറിയാലോ, എഴുതാൻ അറിയത്തില്ലേ? യെസ്, പഠിച്ചു അല്ലെ. അപ്പൊ അടുത്ത ചോദ്യം നോക്കണേ. 1000 പട്ടാളക്കാർക്ക് ഒരു ബെൽറ്റ്. എന്താണ്? 1000 പട്ടാളക്കാർക്ക് ഒരു ബെൽറ്റ്. ഇത് സിമ്പിൾ ആണല്ലേ കുറച്ചുകൂടി. എന്തായിരിക്കും? നമ്മൾ ആരെയാണ് ഒരൊറ്റ ബെൽറ്റ് ഉപയോഗിച്ച് ഇങ്ങനെ കെട്ടുന്നേ? ബെൽറ്റ് എന്നുള്ളതിന് പകരം അല്ലേ നമ്മൾ ഏതോ ഒരാളെ, എല്ലാ ആളുകളെയും നമ്മൾ ഒരു സാധനം ഉപയോഗിച്ച് ഇങ്ങനെ കെട്ടാറുണ്ടല്ലേ. എന്താണത്? യെസ്, ചൂലാണല്ലേ. ദാ ഇവിടെ ഉണ്ടല്ലേ, ചൂലാണ്. അപ്പൊ മക്കള് മിടുക്കന്മാരായിട്ടല്ലേ 2 കടങ്കഥയുടെയും ഉത്തരം കണ്ടെത്തിയല്ലോ. യെസ്. അപ്പൊ ഇതുപോലെ മക്കൾ എന്ത് ചെയ്യണം? ഇനിയും കുറേ ചോദ്യങ്ങള് പഠിച്ചു വെക്കണം കേട്ടോ. അമ്മയോടും അച്ഛനോടും ഒക്കെ കുറച്ച് കടങ്കഥയുടെ കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ പറയാം കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? അതൊക്കെ പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി പോവുക. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും മിസ്സിന്റെ വക ഓൾ ദ വെരി ബെസ്റ്റ്.